മോക്ക് ഏത് സ്കൂളിലാണ് നമ്മൾ പഠിച്ചേ? ശാസ്ത്രം. ഓക്കെ. നമ്മുടെ നല്ലൊരു സുഹൃത്തുണ്ടല്ലേ, നല്ലൊരു കൂട്ടുകാരിയില്ലേ? കൂട്ടുകാരനുമുണ്ട് അല്ലേ? ഒന്ന് പേടിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് നോട്ടീസ് ഒന്നുമല്ല, ഒരു ഗെയിമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗെയിമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കൂട്ടുകാരിയില്ലേ അല്ലേ? ഏറ്റവും ലാസ്റ്റ് കൂട്ടുകാരിക്ക് ഉണ്ടായിരുന്ന അവന്റെ പേര് മനസ്സിൽ വെച്ചിരിക്കും. ഇത് ഗെയിമാണ് കേട്ടാ. രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം. ഇത് വിജയിക്കുവാണെങ്കിൽ നിങ്ങൾ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സന്തോഷം നൽകുക. പരാജയപ്പെടുവാണെങ്കിൽ ആരും പോവുക. നിങ്ങൾ ഒന്നും ഇല്ലാതെ കുഴപ്പമില്ല സാർ, അടുത്തൊരു ശരിയാവുമെന്ന് പറഞ്ഞിട്ട് മാനസികമായി തളർത്താറ്. ഇത് ഗെയിമാണ്. നിങ്ങൾ ഈ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഒന്നും കൂടെ മനസ്സിൽ ചിന്തിച്ചു. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആ പേര്, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എൻ്റെ പേരാണ്. ഓക്കെ, ഞാൻ അതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ പേരൊന്ന് പറയാമോ? എവരോടൊന്ന് പറയാമോ ആ പേര്? ഐശ്വര്യം. മോൾ ഏറ്റവും ലാസ്റ്റ് ടൂറിന് പോയ യാത്ര പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ശരി, ശരി പറഞ്ഞു. ഏത് ജില്ലയാണ് അവരോട്? വയനാട്. അപ്പൊ എവിടെയാ? ഏത് സ്ഥലത്താ പോയപ്പോ? വയനാട് ഏത് പ്ലേസിലാണ് നമ്മളെ പോയത്? വയനാട്. അല്ല, ഉറപ്പിക്കാൻ വേണ്ടിയാ, വയനാടാണെന്ന് ഉറപ്പിക്കാനാ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് തെറ്റാൻ പാടില്ലല്ലോ. പേന ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നില്ലേ? എടുക്കാൻ ഇഷ്ടമുള്ള സാധനമാണെന്ന് തോന്നുന്നില്ലേ പേന? ആണോ? വാച്ചോ? കൈ വാച്ചുണ്ടോ? ഉണ്ട്. വാച്ച് ഇഷ്ടമാണോ? മോതിരം ഇഷ്ടമാണോ? പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞാൽ ഫസ്റ്റ് എടുത്തിരുന്ന ഏതായാലും പേന. ക്രമത്തിനാണോ എടുക്കാനാണോ പ്ലാൻ? എന്നെ തെറ്റിക്കണം. ഓക്കെ, ഇനിയുള്ളത് എന്തൊക്കെയാ? വാച്ച്, മോതിരം. ഇത് ഫൈനലാണ്. ഇനിയൊരു അവസരമില്ല. 3 കാര്യമായിരുന്നു നമ്മൾ ചോദിച്ചത്. നമ്മുടെ കൂട്ടുകാരിയുടെ പേര്, പിന്നെന്താ ലാസ്റ്റ് പോയ നമ്മുടെ സ്ഥലം, ലാസ്റ്റാണ് ഗെയിമാണ്. അതിൽ ഒരെണ്ണം ഞാൻ ആദ്യമേ മേടിച്ചു, പേന. ഇത് ലാസ്റ്റാണ്, 2 എണ്ണം ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കണം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് വളരെ ആലോചിച്ച്, നന്നായിട്ട് ആലോചിച്ചത്. ഓക്കെ, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് മാറ്റുമോ? ഇല്ലല്ലോ. കുറച്ച് കാര്യം അത് തന്നെ എടുക്കത്തില്ലേ? ശരി, അതെടുക്കണ്ടില്ല. എന്താ സെലക്ട് ചെയ്തേ? ഞാൻ പറഞ്ഞിരുന്നു ഫൈനലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും ഇനിയും ഞാൻ എടുക്കാൻ പറയുന്നത്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇത് ഫൈനലാണ്. 2 കാര്യമുണ്ട്. ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നേ എടുക്കാവൂ. ഇത് ഫൈനൽ. എന്താ പറയുന്നത്? ഓക്കെ, ഫൈനലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകം വാച്ചാണ് എടുത്തത്. ഈ ഫൈനലിൽ വാച്ചായിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 3 പ്രഡിക്ഷൻ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോന്ന് ചോദിക്കുന്നതിന് മുമ്പും ഞാൻ ഓരോ പ്രഡിക്ഷൻ എന്ത് ചെയ്തു അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കണം. ഞാൻ എൻ്റെ ഈ പ്രഡിക്ഷൻ ഏതെങ്കിലും തെറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും തെറ്റൊന്നും വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഞാനിത് എഴുതിയിട്ടേക്കുന്നത് ഇങ്ങോട്ട് ഇടുകയാണ്. ഒന്ന് 2 3 എന്നുള്ള ക്രമത്തിൽ ഞാനത് വെച്ചിട്ടുണ്ട്.
നമുക്ക് നോക്കാം. ശരിയാണ്. ഒന്നാമത് ചോദിച്ചത് എന്തായിരുന്നു? കൂട്ടുകാരിയുടെ പേര്. അപ്പൊ ഞാൻ കൂട്ടുകാരിയുടെ പേര് എഴുതിയത് എടുക്കാൻ പോവാം. ഒന്നാമത് എന്താണ്? ഐശ്വര്യ. അപ്പൊ ക്ലാസ്. ഓക്കെ, അടുത്ത രണ്ടാമത്തത് എന്താണ്? എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? വയനാട്. മൂന്നാമത് എന്താ പറഞ്ഞേ? നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തത്? ലാസ്റ്റ് സെലക്ട് ചെയ്തത് വാച്ച്. എന്താണ് എഴുതിയിരിക്കുന്നത്? നോക്ക്. മൂന്നും ശരിയായി. അപ്പൊ നല്ലൊരു ക്ലാസ്.